ഈ ഒരു ഓർണമെന്റിൽ സ്റ്റഡ് ചെയ്തിരിക്കുന്ന സ്റ്റോൺസ് കാണുന്ന സമയത്ത് നാച്ചുറൽ ഡയമണ്ടിന്റെ ഒരു വിഷ്വൽ ആയിരിക്കും നിങ്ങളുടെ മനസ്സിൽ ആദ്യം തന്നെ കടന്നു വന്നിട്ടുണ്ടാവുക. എന്നാൽ ഇങ്ങനെ കാണുന്ന എല്ലാ ഓർണമെന്റ്സും സ്റ്റോൺസും നാച്ചുറൽ ഡയമണ്ട് കൊണ്ട് ഉണ്ടാക്കിയത് ആവാൻ സാധ്യത വളരെ കുറവാണ്. കാരണം ഇന്ന് ധാരാളം ഇമിറ്റേഷൻ സ്റ്റോൺസ് ഇന്ന് മാർക്കറ്റിൽ നമുക്ക് ലഭ്യമാണ്. അത്തരം ചില സ്റ്റോൺസിനെ കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ പോകുന്നത്. അതിൽ ഫസ്റ്റ് ആൻഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റോൺ ആണ് ക്യൂബിക് സിർക്കോണിയ അല്ലെങ്കിൽ അമേരിക്കൻ ഡയമണ്ട് എന്നറിയപ്പെടുന്ന AD സ്റ്റോൺസ്. ഇത് മാർക്കറ്റിൽ വളരെ കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ടൈപ്പ് ഓഫ് സ്റ്റോൺ ആണ്. ജ്വല്ലറിയിൽ ധാരാളം ഇതിന്റെ സ്റ്റോൺസ് വെച്ച് നമുക്ക് ഓർണമെന്റ്സും മറ്റും കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് ഡയമണ്ടിന്റെ ഒരു വളരെ ചീപ്പ് ആൻഡ് ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഇമിറ്റേഷൻ സ്റ്റോൺ ആണ്. പക്ഷേ ഇതിന്റെ കെമിക്കൽ കോമ്പോസിഷൻ ഒക്കെ എൻറ്റയർലി ഡിഫറെന്റ് ആണ്. സിർക്കോണിയം ഡയോക്സൈഡ് എന്ന് പറയുന്ന ഒരു കോമ്പോസിഷൻ ആണ് ഇതിന് വരുന്നത്. അതേപോലെ തന്നെ ഹാർഡ്നെസ് അറൌണ്ട് 8 to 8.5 ആണ്. അതുകൊണ്ട് ഇതിന്റെ ഷൈനിങ് കുറച്ച് ഡയമണ്ട് ആയിട്ട് സാദൃശ്യം നമുക്ക് തോന്നാം. അതേപോലെ കുറച്ച് ഹാർഡ്നെസ് ഉള്ളത് കൊണ്ട് സ്ക്രാച്ചസിൽ നിന്നൊക്കെ അത് റെസിസ്റ്റ് ചെയ്ത് നിൽക്കുന്നു. ഇനി സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് സ്റ്റോൺ ആണ് മോസണൈറ്റ് എന്ന് പറയുന്ന സ്റ്റോൺ. ഇതിന്റെ കെമിക്കൽ കണ്ടന്റ് വരുന്നത് സിലിക്കൺ കാർബൈഡ് ആണ്. അതേപോലെ ഹാർഡ്നെസ് അറൌണ്ട് 9.25 to 9.5 റേഞ്ചിൽ കാണിക്കുന്നതുകൊണ്ട് ഇത് പെട്ടെന്ന് സ്ക്രാച്ച് ആവാതെ നമുക്ക് ഡെയിലി യൂസിന് പറ്റിയ ഒരു സ്റ്റോൺ ആണ്. അതേപോലെ ഇതിന്റെ ലസ്റ്ററും നല്ല ലസ്റ്റർ നമുക്കൊരു സ്പെക്ട്രൽ കളേഴ്സ് ഇതിന്റെ സർഫസിലൊക്കെ കാണാൻ സാധിക്കും. ഡയമണ്ടുമായിട്ട് വളരെ രൂപ സാദൃശ്യത്തിൽ അടുത്ത് നിൽക്കുന്ന ഒരു സ്റ്റോൺ ആണ് മോസണൈറ്റ്. അതേപോലെ ഇതിന് AD സ്റ്റോണിനെ അപേക്ഷിച്ച് കുറച്ചുകൂടെ വാല്യൂ കിട്ടുന്ന ഒരു ടൈപ്പ് സ്റ്റോൺ കൂടെയാണ്. ഇനി നെക്സ്റ്റ് വൺ ആണ് മാർക്കറ്റിൽ നിന്ന് വളരെ പോപ്പുലറായി വന്നുകൊണ്ടിരിക്കുന്ന ഒരു സ്റ്റോൺ ആയിട്ടുള്ള ലാബ് ഗ്രോൺ ഡയമണ്ട്സ് അല്ലെങ്കിൽ സിന്തറ്റിക് ഡയമണ്ട് എന്ന് പറയുന്ന ഒരു ടൈപ്പ്. അത് നാച്ചുറൽ ഡയമണ്ട്സിന്റെ സെയിം കെമിക്കൽ, ഫിസിക്കൽ, ഒപ്റ്റിക്കൽ പ്രോപ്പർട്ടീസ് കാണിക്കുന്ന ഒരു സ്റ്റോൺ ആണ്. അതേപോലെ തന്നെ ഹൈ വാല്യൂ കൂടെയുള്ള അതിന് റീസെയിൽ വാല്യൂ നമുക്ക് കിട്ടുന്ന ഒരു ടൈപ്പ് സ്റ്റോൺസ് ആണ് ലാബ് ഗ്രോൺ ഡയമണ്ട്സ്. അപ്പോൾ അത് മനസ്സിലാക്കുക എന്ന് പറയുന്നത് നാച്ചുറൽ ഡയമണ്ടിന്റെ അകത്ത് സെപ്പറേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് കുറച്ചൊരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അത് എക്യുപ്മെന്റ്സിന്റെ സഹായത്തോടെയാണ് നമുക്കത് സെപ്പറേറ്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പം ഇത്തരം സ്റ്റോൺസ് ആണ് മെയിൻലി ഇന്ന് മാർക്കറ്റിൽ ഡയമണ്ടിന് പകരം അല്ലെങ്കിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ട് കിട്ടുന്ന മാൻമെയ്ഡ് സ്റ്റോൺസ് അല്ലെങ്കിൽ ആർട്ടിഫിഷ്യൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. അപ്പം ഇത്തരം കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നിങ്ങൾ ഒരു ഡയമണ്ട് ജ്വല്ലറിയോ അല്ലെങ്കിൽ സ്റ്റോണോ പർച്ചേസ് ചെയ്യാൻ പോകുന്ന സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധിച്ചുകൊണ്ട് പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഡയമണ്ടിന്റെ ഇമിറ്റേഷൻ സ്റ്റോൺസിനെ കുറിച്ച് പറയാനുള്ളത്. ബൈ.